നമസ്കാരം, നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരനായ റിജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. 2008 ഭാര്യയെയും 4 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് റിജികുമാറിന് വധശിക്ഷ വിധിച്ചിരുന്നത്. ജീവപര്യന്തം നിലനിൽക്കും. 2008 ആമയൂർ കൂട്ടക്കൊലപാതകം നടന്നത്. കേസിലെ പ്രതി റിജികുമാറിന് വധശിക്ഷയും വിധിക്കുകയുണ്ടായി. ഭാര്യയെയും 4 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലായിരുന്നു നടപടി. ഈ വിധിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. റിജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. 2007 കോട്ടയം സ്വദേശികളായ റിജികുമാറും ഭാര്യ ലിസിയും പത്രപരസ്യം കണ്ട് പട്ടാമ്പി ആമയൂരിൽ റബ്ബർ ടാപ്പിങ്ങിന് എത്തുന്നത്. ഇവിടെ വാടക വീട്ടിലായിരുന്നു 4 മക്കളുമൊത്ത് താമസം. 2008 ജൂലൈയിലാണ് റെജി ഭാര്യയെയും 4 മക്കളെയും കൊല ചെയ്തത്. റെജിയും ഭാര്യയും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ആദ്യം ഭാര്യയെ കൊലപ്പെടുത്തിയ റിജികുമാർ ലിസിയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയായിരുന്നു. പിന്നീടാണ് മക്കളായ അമല്യയെയും കൊലപ്പെടുത്തിയത്. കുട്ടികളുടെ മൃതദേഹങ്ങൾ പുതപ്പിൽ പൊതിഞ്ഞ് ചാക്കിൽ കെട്ടി വാടക വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റു 2 മക്കളായ അമലുവിനെയും അമല്യയെയും കൊലപ്പെടുത്തിയത്. ഇവരുടെ മൃതദേഹങ്ങൾ വീടിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചു പോവുകയുമായിരുന്നു. ഇതിൽ മൂത്ത മകളെ ലൈംഗികമായി പീഡിപ്പിച്ചതായും തെളിഞ്ഞിട്ടുണ്ട്. ജൂലൈ 25 കുട്ടികളുടെ മൃതദേഹം വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലായിരുന്നു കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞത്. അധികം താമസിയാതെ തന്നെ റിജികുമാറിനെയും പോലീസ് പിടികൂടിയിരുന്നു. അന്ന് ഷൊർണൂർ ഡിവൈഎസ്പി ആയിരുന്ന പി രാമചന്ദ്രനും സംഘവുമായിരുന്നു കേസ് അന്വേഷിച്ചത്. 2009 റിജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻ കോടതി വധശിക്ഷ വിധിച്ചത്. 2014 ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. റിജികുമാറിന്റെ മാനസിക നില സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ റിജികുമാറിന്റെ വധശിക്ഷ റദ്ദാക്കിയിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. പട്ടാമ്പി ആമയൂരിനെ മാത്രമല്ല, കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച കൊലപാതക കേസിലെ വിധിയും വലിയ ആകാംക്ഷയോടെയാണ് കേരള ജനത നോക്കിക്കണ്ടിരുന്നത്. ഒടുവിൽ റിജികുമാറിന്റെ നല്ല നടപ്പിനാണ് കോടതി വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നത്. ബലാത്സംഗ കുറ്റത്തിനും കൊലപാതകത്തിനും ജീവപര്യന്തം നിലനിൽക്കും. കാണാതായ ചാലിശ്ശേരി സ്വദേശികളായ സഹോദരിമാർക്ക് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ച പോലീസ്. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്തത്തോട്ടം ചോലയിൽ അമ്മിണി, അനുജത്തി ശാന്ത എന്നിവരെയാണ് ഈ മാസം 20 മുതൽ കാണാതായത്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനായാണ് ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മൊബൈൽ ഫോണുകൾ എടുക്കാതെ ക്ഷേത്ര ദർശനത്തിന് പോയ ഇരുവരെയും പിന്നീട് കാണാതാവുകയായിരുന്നു. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഞായറാഴ്ച രാത്രി 10-നും 11-നും ഇടയിൽ ഇരുവരും ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പാലക്കാട് എത്തിയതായും അവിടെ നിന്ന് കോയമ്പത്തൂരെത്തി തിരുപ്പതിയിലേക്ക് പോയി എന്ന സൂചനകളുമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഇതോടെ പോലീസ് സംഘം ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഇരുവരെയും കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0466 2256 254. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് MLA മുഹമ്മദ് മോസിന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. പട്ടാമ്പി ഷൊർണൂർ പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വിവിധ വികസന പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് മോസൻ MLAയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത്. പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു യോഗം. പട്ടാമ്പി നിലാശുപത്രി കുളപ്പള്ളി IPT വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ യോഗം വിലയിരുത്തി. നിലവിൽ പട്ടാമ്പി ടൗണിലേക്ക് നിർമ്മാണം ആരംഭിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുവാനും യോഗം നിർദ്ദേശം നൽകി. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റൽ, കയ്യേറ്റം ഒഴിപ്പിക്കൽ, പുതിയ വാട്ടർ കണക്ഷൻ സ്ഥാപിക്കൽ എന്നിവ പ്രധാനമായി നടപ്പാക്കണം. ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ദ്രുതഗതിയിൽ ആരംഭിക്കുവാനും MLA നിർദ്ദേശം നൽകി. പട്ടാമ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള നിള IPT റോഡ്, അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി ടൗണിലാണ് ഇത് ചെയ്യാനുള്ളത്. 45 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് പട്ടാമ്പിയുള്ളത്. ആ പൈപ്പ് ലൈന് മാറ്റുക, പോസ്റ്റ് മാറ്റുക, അതുപോലെ ടൗണിലെ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടിയാണ് പൂർത്തീകരിച്ചു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് വർക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി ടൗണിലേക്ക് വർക്ക് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് KRFBയുടെ ഉദ്യോഗസ്ഥർ, KSEB, വാട്ടർ അതോറിറ്റി,
പട്ടാമ്പി മുനിസിപ്പാലിറ്റി അതുപോലെ വ്യാപാരികൾ എല്ലാവരുടെയും യോഗം ചേർന്നത്. ആ യോഗം ചേർന്നതിന് ശേഷം വാട്ടർ അതോറിറ്റിയുടെ ആദ്യത്തെ സ്ട്രെച്ച് നമ്മുടെ കൽപ്പക മുതൽ കമാനം വരെയുള്ള ഭാഗം ഡിസ്ട്രിബ്യൂഷൻ ലൈൻ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കാനും മറ്റ് വർക്കുകളും അതിൻ്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ 45 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈൻ ആയതുകൊണ്ട് അത് മാറ്റി സ്ഥാപിക്കുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് തന്നെ പുതിയ ലൈന് ഇടുന്ന പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. അത് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. KSEBയുടെ പോസ്റ്റ് മാറ്റുന്നുണ്ട്. ആ പോസ്റ്റ് മാറ്റുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണമായി നമ്മൾ ലൈൻ ഓഫ് ചെയ്ത് എല്ലാ സമയത്തും കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്തുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനം ഏതാണ്ട് കമാനം വരെയുള്ള പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രെച്ചിൽ പൈപ്പ് ലൈൻ ഇടുന്നതും അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ട് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ലൈൻ ഇട്ടിട്ട് പൂർത്തീകരിക്കുന്ന സമീപനം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പട്ടാമ്പി ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിട നിർമ്മാണത്തിന്റെ കാര്യങ്ങളും മണ്ഡലത്തിലെ മറ്റു വികസന പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 6 വർഷത്തോളമായി കൂറ്റനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കലാസാംസ്കാരിക കാർഷിക കൂട്ടായ്മയായ കൂറ്റനാട് കലവറയുടെ വാർഷികാഘോഷം കാമ്പ് കാർഷിക കലയുത്സവം എന്ന പേരിൽ 25, 26, 27 തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 3 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന കുട്ടികളുടെ നാടക പഠന ശില്പശാല 24-ന് സമാപിക്കും. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ വിവിധ പരിപാടികളുടെ കലയുത്സവം ആഘോഷിക്കും. അവാർഡ് സമർപ്പണം, കലാപരിപാടികൾ, ജൈവഭക്ഷണശാല, ശില്പരചനാ ക്യാമ്പ്, കാലാവസ്ഥാ വ്യതിയാനങ്ങളെപ്പറ്റി സെമിനാർ, സാക്സോഫോൺ കച്ചേരി, ബാവുൾ സംഗീതം, സാഹിത്യ പ്രഭാഷണം, വീരനാട്യം, ആരോഗ്യനാടകം, കുട്ടികളുടെ കലാപരിപാടികൾ, നാടകാവതരണം, പാലിയേറ്റീവ് കെയർ, രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ, നടി ബീന ആർ ചന്ദ്രൻ അഭിനയിച്ച ഒറ്റഞ്ഞാവൽ മരം നാടകത്തിന്റെ അവതരണം, ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ 2 നാടകങ്ങൾ, ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ നാടകം, സ്കൂൾ നാടക സൗഹൃദത്തിന്റെ പടച്ചോന്റെ ചോറ്, നനഞ്ഞ സായാഹ്നം എന്നിവ വിവിധ ദിവസങ്ങളിലായി കലയുത്സവത്തിൽ അരങ്ങേറും. PP സുമോദ് MLA വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തെളിച്ചം എന്ന പേരിൽ എല്ലാ വർഷവും നൽകിവരുന്ന അവാർഡ് തൃശൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും പീലാക്കാട്ടിരി സ്വദേശിയുമായ MP മണിക്ക് സമ്മാനിക്കും. വിവിധ സെക്ഷനുകളിലായി നടി ബീന ആർ ചന്ദ്രൻ, നടൻ VK ശ്രീരാമൻ, ശാസ്ത്രജ്ഞർ PM രവി, M പ്രദീപ്, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, നാടക സംവിധായകൻ അരുൺലാൽ, ഡോക്ടർ CP ചിത്രഭാനു, VP ഷാനിബ തുടങ്ങിയ രാഷ്ട്രീയ കലാ സാഹിത്യ പ്രതിഭകൾ വേദിയിലുണ്ടാകുമെന്ന് കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കലവറ ഭാരവാഹികൾ അറിയിച്ചു. ക്രിയേറ്റിവിറ്റി ഉണർത്താവുന്ന തരത്തിൽ അവർക്ക് എന്ത് ആക്ടിവിറ്റി ചെയ്യാനും ഉള്ളൊരു സ്പേസ് എന്നുള്ള രീതിയിലാണ് കലവറ വിഭാവനം ചെയ്യുന്നത്. കഴിഞ്ഞ 6 വർഷങ്ങളിലായിട്ടൊരു 300-ലധികം കുട്ടികൾ അവിടെ നിന്ന് നീന്തൽ പരിശീലനം നേടിക്കഴിഞ്ഞു. പിന്നെ പലതരം ക്യാമ്പുകൾ ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാടക ക്യാമ്പ്, മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സിനിമാ പ്രദർശനങ്ങൾ, മാസത്തിൽ ഒരു സിനിമ, സാധാരണ തിയേറ്ററുകളിൽ കാണാത്ത തരത്തിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളുടെ അവതരണങ്ങൾ എല്ലാ മാസവും നടക്കുന്നുണ്ട്. ചെയർമാൻ CS ഗോപാലൻ, പ്രസിഡന്റ് M രഘുനാഥൻ, സെക്രട്ടറി K ജിഷ്ണു, ഷാജി, M രഘുനാഥ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃത്താല ബ്ലോക്കിലെ തെരഞ്ഞെടുത്ത കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സൈക്കിൾ വിതരണം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB റെജീന ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, മെമ്പർമാരായ C ഇന്ദിര, ദിനു രാമകൃഷ്ണൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, CDS ചെയർപേഴ്സൺമാരായ ലത, സുജിത, സൗമ്യ, വനജ, ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ സബിത തുടങ്ങിയവർ സംസാരിച്ചു. 60 സൈക്കിളുകളാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൈക്കിളുകൾ വിതരണം ചെയ്തത് തൃത്താല മണ്ഡലത്തിലാണ്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ 7 പേർക്ക് സൈഡ് വീലോടുകൂടിയ സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ ചെയർപേഴ്സൺ പ്രിയ അധ്യക്ഷയായി. 8 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവാക്കിയത്. CDPO ഉഷ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് അംഗങ്ങളായ KV ബാലകൃഷ്ണൻ, K അനീഷ് എന്നിവർ സംസാരിച്ചു. HC പ്രസാദ് സ്വാഗതവും ICDS സൂപ്പർവൈസർ ദിവ്യ നന്ദിയും പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷി സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ
മാതൃകയാണ് കേരളത്തിലെ തന്നെ മറ്റു ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എന്നുള്ളതാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. 10 ലക്ഷം രൂപക്കുള്ള ഭിന്നശേഷി സൗഹൃദ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ബഹുമാനായിട്ടുള്ള മന്ത്രി അത്തരത്തിലുള്ള കാര്യങ്ങളെ സൂചിപ്പിച്ചത്. 10 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണം തീരുമാനിച്ചിട്ട് കൊടുക്കാതിരുന്നില്ല. ഭിന്നശേഷിക്കാരായുള്ള സഹോദരങ്ങളെ മുഴുവൻ ഇവിടെ ഒരു ക്യാമ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ഉപകരണം എന്താണോ അവർ പറഞ്ഞത് ആവശ്യമുള്ള ഉപകരണങ്ങൾ അവർക്കും പല ഉപകരണങ്ങളാണ് ആവശ്യമുണ്ടായിരുന്നത്. ആ ഉപകരണങ്ങൾ നമ്മൾ നൽകുകയാണ് ചെയ്തത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി ജീവനക്കാർക്ക് കൊപ്പത്ത് യാത്രയയപ്പ് നൽകി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പട്ടാമ്പി അഡീഷണൽ കൊപ്പം പ്രൊജക്ടിലെ അംഗൻവാടി പ്രവർത്തകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. കൊപ്പം വാസോട്ടൂത്തിൽ വെച്ചായിരുന്നു യാത്രയയപ്പ് സമ്മേളനം. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെ ആ കുട്ടി അവിടുത്തെ അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും കാണുന്നു. ടീച്ചർമാർക്ക് പലപ്പോഴും പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്തിലും അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ഹെൽപ്പർമാരാണ് അവിടെ നമ്മുടെ കുട്ടികളെ നോക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ. സ്വന്തം മക്കളെ പോലെയാണ് അവർ നമ്മളെ കുട്ടികളെ നോക്കുന്നത്. കാരണം നമുക്ക് അമ്മമാർക്കൊക്കെ ഏറ്റവും വിശ്വസിച്ച് അംഗൻവാടിയിൽ ഏൽപ്പിച്ച് പോരുമ്പോൾ അവർക്ക് ആ കുട്ടികൾക്ക് നല്ല തരത്തിലുള്ള പരിരക്ഷ കിട്ടുകയാണ്. നമുക്കറിയാം അംഗൻവാടി ടീച്ചർമാർക്ക് വെറും കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കൽ മാത്രമല്ല, ഒരു പഞ്ചായത്തിൻ്റെ തന്നെ വിവിധ തരം രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഒരുപാട് ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഓരോരോ പണികൾ ഇന്നിപ്പോൾ അംഗൻവാടി ടീച്ചർമാർക്ക് കൂടി വരികയാണ്. നമുക്കറിയാം പണ്ടത്തെ കാലങ്ങളിൽ പോലെയല്ല. പണ്ടൊക്കെ പറഞ്ഞ ഒരു കുട്ടീനെ അവിടെ നിർത്തി അവരെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. ഇന്നിപ്പോൾ അവരെല്ലാം അംഗൻവാടിയിൽ പഠനം കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിത്ത ട്രെയിനിങ്ങൊക്കെ അവർക്ക് കഴിഞ്ഞു. ഇതുവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചുമതല അംഗൻവാടി ടീച്ചർമാർക്ക് ഉണ്ടായിരുന്നില്ല. അതും കൂടി അംഗൻവാടി ടീച്ചർമാർക്കായി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുൽ അസീസ്, CDPO ബിന്ദു, സൂപ്പർവൈസർ ജയശ്രീ, നജീബ, ദിവ്യ വിജയൻ, ബിന്ദു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന ജീവനക്കാർ മറുപടി പ്രസംഗവും നടത്തി. CPI നാഗലശ്ശേരി ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് കൂറ്റനാട് സെന്ററിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ബസ് സ്റ്റാൻഡിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പ്രകടനം ആരംഭിച്ചു. ലോക്കൽ സെക്രട്ടറി ധനീഷിന്റെ അധ്യക്ഷതയിൽ AIYF മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷെഫീർ കിഴശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം ET ഹൈദ്രോസ്, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് വികാസ് കോലാട്ട് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻദാസ് ആമക്കാവ് സ്വാഗതവും AIYF മേഖലാ സെക്രട്ടറി പുല്ലുടിയിൽ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.